കുട്ടിക്കാലം മുതലേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഓണ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷനൊക്കെ വരുമ്പോഴേക്കും വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകണമെന്നുള്ളത്. എൻജോയ് ചെയ്യാനും കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടാത്തവരാരാളെ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അതിനൊന്നും സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പപ്പ ഒരു സാധാരണ ഒരു ഓട്ടോക്കാരനായിരുന്നു. പ്രാരാബ്ദങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ തോതിൽ വാശി പിടിച്ചിട്ടുമില്ല, അതിനുവേണ്ടി കരഞ്ഞിട്ടുമില്ല കേട്ടോ. ഇന്നെന്തോ ലക്ക് പോലെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് 3 ദിവസം അവധി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഹെയ്ഡന് പാർക്കിൽ പോകണം. അമ്മേ പാർക്കിൽ പോവോ ഇത് തന്നെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നേച്ചേ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഹെയ്ഡനെയും കൊണ്ട് പാർക്കിൽ പോവാം, കാണാലോ അവൻ്റെ കളിയും ചിരിയൊക്കെ. സ്ലൈഡ് ഇത്രയും എൻജോയ് ചെയ്യണൊരു കുഞ്ഞിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ആ നിക്കൻ്റെ മൂഡ് മൊത്തം പോയി. ഇനി അതൊരു കാശിനും കൊള്ളില്ലാത്തൊരവസ്ഥയിലെത്തി. പിന്നീട് കാര്യം കൂടിയുണ്ട്. ഈ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിനെ നോക്കണ ചിലപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറൊക്കെ ആയിരിക്കും. നമുക്ക് അവരുടെ കളിയോ ചിരിയോ ഒന്നും കാണാനുള്ളൊരു അവസരം ഉണ്ടാവത്തില്ല. പക്ഷേ ഇങ്ങനൊരു അവസരങ്ങളിൽ വരുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടണത്. ഇതിപ്പോൾ ഹെയ്ഡൻ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ കളിക്കുക കേട്ടോ. അമ്മേ ഞാൻ സ്പൈഡർമാനാണ് നോക്കിക്കോ എന്നുള്ള ഡയലോഗ് അവൻ അടിക്കുന്നുണ്ട്. കേൾക്കാനും കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. പിന്നെ ട്രെയിനിൽ കയറിയായിരുന്നു. എനിക്ക് ആ കുഞ്ഞ് നിൽക്കണിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഊഞ്ഞാലാടാൻ ഒറ്റക്കറിയാം കേട്ടോ. പിന്നെ അവൻ്റെ ഏജിനെക്കാട്ടും മുകളിലുള്ള ആൾക്കാർക്ക് ജീപ്പൊക്കെ കളിക്കാനുണ്ടാവും കേട്ടോ. കുഞ്ഞിന് അത്രയും പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് ആ എക്യുപ്മെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ കാണാൻ പറ്റും, അവർ റൈഡ് ചെയ്യണതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹെയ്ഡനെ ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയേക്കുവാണ്. പിന്നീട് അവൻ്റെ ഏരിയയിലോട്ട് ഞാൻ ചെല്ലുവാട്ടോ. സാധാരണ കുഞ്ഞുങ്ങൾക്ക് മറ്റേ കുതിര വണ്ടി അങ്ങനത്തെ സ്ഥലങ്ങളല്ലേ, കുതിരയിൽ കയറി. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആൾ ചാടി കയറി. ഇവിടെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഹെയ്ഡു കുഞ്ഞുനാൾ മുതലേ ഈ പാർക്കിൽ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ സാധനങ്ങളും അവനറിയാം, എവിടേക്കാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. അപ്പോൾ പ്ലെയിനിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ ആദ്യം കയറാണ്ട് പേടിച്ച് മാറി നിൽക്കുമ്പോൾ ഹെയ്ഡൻ ആദ്യമേ ചാടിക്കയറി ബെൽറ്റൊക്കെ ഇട്ടിരുന്നു. അവന് പേടിയൊന്നുമില്ല കേട്ടോ, അവന് കുഞ്ഞിലേ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പ്ലെയിനിൽ കയറല്, മറ്റേ കുതിരയിൽ കയറല്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവനറിയാം അത് ഏത് സ്ഥലത്താണ് നിൽക്കണേ, അവിടെ ആരാണ് ട്രെയിൻ ചെയ്യണേ എന്നൊക്കെ അവന് നന്നായിട്ടറിയാം. A to Z കാര്യങ്ങൾ ഈ പാർക്കിൻ്റെ അവനറിയാം. അപ്പം അവൻ അവിടെ നിന്ന് പറയുക, അമ്മേ ചോട്ടാബീൻ പറയുക, ചോട്ടാബീൻ. ഞാനതെല്ലാം കാണുവാണ്. എനിക്കിതൊക്കെ ഷൂട്ട് ചെയ്ത് ഈ വീഡിയോസാക്കി ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവമേ എൻ്റെ മക്കളെ